ഹായ്, ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയ നല്ലൊരു പാക്കാണിത്. ആകെ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇത് ശംഖുപുഷ്പമാണ്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. എനിക്കിതോടെ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പമാണോ ഉള്ളതെങ്കിലും നമുക്കതും ഉപയോഗിക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. വെറുതെ ശംഖുപുഷ്പം മാത്രമായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ശംഖുപുഷ്പം നമുക്കെടുക്കാം. ശംഖുപുഷ്പം മുടിക്ക് വളരെ നല്ലതാണ്. ഇത് മുടി തഴച്ച് വളരാനും മുടി കൊഴിച്ചിൽ അകറ്റാനും നരയെ തടയാനും സഹായിക്കും. ഇതിൽ തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് വന്നപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, അത് മതി നമുക്ക്. ഇതിൻ്റെ കളറ് കാണാൻ നല്ല രസമാട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയോട്ടിയിലും മുടിയിലുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ടും തലയോട്ടിയിൽ വേണേ നമ്മളിത് അപ്ലൈ ചെയ്യാൻ. ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ മുടിയുടെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ പറ്റും. ശംഖുപുഷ്പത്തിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനും ഇതിലൂടെ നമുക്ക് സാധിക്കും. പതിവായി ഇത് ഉപയോഗിക്കുന്നത് തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടിയുടെ കണ്ടീഷനിങ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം നൽകാനും ഈ ഒരു പാക്കിലൂടെ സാധിക്കും. പിന്നെ ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദിവസവും ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ശംഖുപുഷ്പം ഉപയോഗിക്കാം. അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ശംഖുപുഷ്പം എല്ലായിടത്തും തന്നെ ഉണ്ട്. നമുക്കിത് ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും അത് തന്നെ നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ പാക്ക് ഇടാനും ബുദ്ധിമുട്ടുള്ളവർക്ക് ശംഖുപുഷ്പത്തിൻ്റെ എണ്ണ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. പറ്റുന്നവരെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ശംഖുപുഷ്പം വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൊടിയും ഇപ്പം ലഭിക്കുന്നുണ്ട്. അതും നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്കിതിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റെങ്കിലും തലയിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് ഇത് കഴുകിക്കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണിത് തയ്യാറാക്കാൻ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഞാനിവിടെ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.